എൻ്റെ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്ന കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഓണം ഡ്രസ്സ്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഓണത്തിൻ്റെ തലേ ദിവസം നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ചിപ്സൊക്കെ നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനൊന്നും മെനക്കെടാനായിട്ട് നിന്നില്ല. സാധനങ്ങൾ തരം തിരിച്ച് വയ്ക്കും ഞാൻ ആദ്യമേ തന്നെ കേട്ടോ. ഇത് കണ്ടോ, ചേമ്പും കാച്ചിലും. ഇത് ഈ ഓണ സമയത്താണ് കേട്ടോ ഇവിടെ കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കാനായിട്ട്. ഓക്കെ, കാച്ചിൽ പുഴുങ്ങി കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ നാളത്തേക്ക് വേണ്ട പച്ചക്കറികളാണ്. അതൊക്കെ ചേർത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ഞാനിത് മാറ്റി വയ്ക്കും കേട്ടോ. വീണ്ടും നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചെന്നാൽ തേങ്ങയൊക്കെ ചിരണ്ടാനും. ഈ ഒരു അച്ചിങ്ങാപ്പയർ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ തലേ ദിവസം 2 തേങ്ങ ചിരണ്ടിയിട്ട് അതെടുത്ത് ഈ ഗ്ലാസ് ബൗളിലാക്കി ഫ്രിഡ്ജിനകത്ത് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ എന്താ പറയുക, ശർക്കര പാനിയാക്കി അതും അരിച്ച് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെന്താ, തേങ്ങാക്കൊത്ത് വറുത്തിടാനുള്ള തേങ്ങാക്കൊത്ത് ഇങ്ങനെ എടുത്തിട്ട് അരിഞ്ഞ് അത് ഞാൻ വറുത്ത് വെച്ചിരിക്കും കേട്ടോ. പിന്നെ പരിപ്പ് വറുത്ത് വയ്ക്കും. പായസത്തിനും പരിപ്പ് കറിക്കും വേണ്ട പരിപ്പ് തലേദിവസം വറുത്ത് വയ്ക്കും. ഇത് സ്വിഗ്ഗിയിൽ നിന്നാണ് കേട്ടോ ഈ പൂക്കളൊക്കെ വാങ്ങിച്ചത്. വളരെ വിലക്കുറവായിരുന്നു. വെളിയിൽ നല്ല ഇതായിരുന്നു. 1/4 കിലോ 100 രൂപയായിരുന്നു. പക്ഷേ സ്വിഗ്ഗിയിൽ ഇതിന് 100 ഗ്രാമിന് 8-9 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെന്താ പറയുക, ഇത് തലയിൽ വെക്കാൻ മോള് വാങ്ങിച്ചുകൊണ്ടുവന്ന മുല്ലപ്പൂവാണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ മക്കളിട്ട പൂക്കളം. ബാൽക്കണിയിലാണ് ഞങ്ങൾ ഇട്ടിരുന്നത് കേട്ടോ. ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അവിയലുണ്ടാക്കി. പിന്നെന്താ പറയുക, കൂട്ടുകറി കേട്ടോ. ഇതായിരുന്നു കൂട്ടുകറി ഉണ്ടാക്കി. പിന്നെ ഇത് പരിപ്പ്, പാവയ്ക്ക പച്ചടി, മത്തങ്ങയും പയറും കൂടി എരിശ്ശേരി വെച്ചതാട്ടോ. ഇത് എല്ലാം കുറേച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇഞ്ചിപ്പുളിയൊക്കെ ഇഞ്ചിപ്പുളി നാരങ്ങാക്കറിയൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. ഇത് നമ്മുടെ പൈനാപ്പിൾ മധുരപ്പച്ചടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സദ്യയിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണത്. സാമ്പാർ. പിന്നെന്താ പറയുക, പയർ കാണിച്ചിരുന്നില്ല. ആ പയർ മെഴുക്കുവരട്ടി വെച്ചാട്ടോ. തോരനൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. അത് അവിയലൊക്കെ ഉള്ളതുകൊണ്ട് മെഴുക്കുവരട്ടിയാണ് വെച്ചത്. കൊണ്ടാട്ടമുളക്, ചോറ്, പപ്പടം, പിന്നെ ഇലയിൽ സദ്യ. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയുണ്ട്. എനിക്ക് ഈ പ്രാവശ്യത്തെ ഓണം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ചില ഓണം സമയങ്ങളിലൊക്കെ എൻ്റെ നാത്തൂൻ വരും. എൻ്റെ നാത്തൂന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാട്ടോ. എൻ്റെ നാത്തൂൻ വരുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എൻ്റെ നാത്തൂനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണം ഡ്രസ്സ്, ഞങ്ങളുടെ ഫാമിലിയുടെ ഓണം ഡ്രസ്സ്. ഞങ്ങളുടെ ഓണവിശേഷങ്ങളും ഓണ ഡ്രസ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് തരണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.